ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് ഉപയോഗിച്ചു വരുന്നു. ആയിരക്കണക്കിന് രാസവസ്തുക്കൾ അടങ്ങിയ ഇത്തരം വസ്തുക്കൾ എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് ദോഷകരമാവുന്നതെന്ന് നോക്കാം. ഇവ തുടർച്ചയായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ നിർമ്മാതാക്കൾ തന്നെ അതിൽ ലേബൽ ചെയ്തിട്ടുണ്ടാവും. വളരെ ചെറിയ ടെക്സ്റ്റിൽ എഴുതിയിട്ടുള്ള ഈ ലേബലുകൾ തീർച്ചയായും നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കണം. സോഷ്യൽ മീഡിയകളിലും മറ്റുമുള്ള പരസ്യങ്ങൾ കണ്ടു വാങ്ങുന്നതിനു മുമ്പ് ഇവയിൽ അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കളെക്കുറിച്ചും അതിന്റെ അളവിനെക്കുറിച്ചും ഗുണമേന്മയെക്കുറിച്ചും മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കടകളിൽ നിന്നും വില കുറഞ്ഞ സൗന്ദര്യ വസ്തുക്കൾ വാങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരം ഗുണനിലവാരമില്ലാത്ത വില കുറഞ്ഞ സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ വിപണനമാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലുള്ളതെന്നാണ് കണ്ടെത്തൽ. ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ കളർ ഉപയോഗിക്കുന്നവരും കുറവല്ല. ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയുള്ള വസ്തുക്കളുടെ പട്ടികയായ 2A എന്ന പട്ടികയിൽ ഹെയർ ഡൈ അല്ലെങ്കിൽ ഹെയർ കളർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സലൂണുകളിലും ബ്യൂട്ടി പാർലറുകളിലും നിരന്തരം ജോലി ചെയ്യുന്നവർ ഇത്തരം സാധനങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്നവരാണ്. ഇത്തരക്കാർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് വർദ്ധിച്ചു വരുന്ന മറ്റൊരു രീതിയാണ് ടാറ്റു കുത്തുക എന്നുള്ളത്, അഥവാ പച്ച കുത്തുക എന്നത്. വളരെ സാധാരണയായിരിക്കുകയാണ് ഈ പച്ച കുത്തുക എന്നത്. പ്രശസ്ത ശാസ്ത്ര പ്രസിദ്ധീകരണമായ ദ ലാൻസൈറ്റ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പച്ച കുത്തുന്നത് അത് ചെയ്യാത്ത ആളുകളെ അപേക്ഷിച്ച് ക്യാൻസർ വരാനുള്ള സാധ്യത 21% കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലിംഫോമ എന്ന ഗണത്തിലുള്ള ക്യാൻസറാണ് കൂടുതലായിട്ട് ഇത്തരക്കാരിൽ കണ്ടുവരുന്നത്. ടാറ്റുവിന് വേണ്ടി ഉപയോഗിക്കുന്ന മഷികളിൽ ഉപയോഗിക്കുന്ന ഹാനികരമായ പദാർത്ഥങ്ങളാണ് അപകട സാധ്യത ഉയർത്തുന്നത് എന്നാണ് കണ്ടെത്തൽ. ചർമ്മത്തിലൂടെ ഇത്തരം രാസവസ്തുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച് കാലക്രമേണ കലകളിലും മറ്റു ശരീരാവയവങ്ങളിലും അടിഞ്ഞുകൂടി ക്യാൻസറിനും മറ്റു ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയാണ് ചെയ്യുന്നത്. ഇത് മരണത്തിലേക്ക് വരെ എത്തിച്ചേക്കാം. ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അണുവിമുക്തമാക്കാത്ത പക്ഷം ഹെപ്പറ്റൈറ്റിസ് സി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് സി രോഗികളിൽ ലിംഫോമ എന്ന ക്യാൻസർ രോഗം വലിയൊരു ശതമാനം ആളുകളിലും കണ്ടുവരുന്നു എന്നതാണ് മറ്റൊരു സത്യം. അതുകൊണ്ട് തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കുന്നവരും ഉപയോഗിക്കുന്നവരും വളരെ ജാഗ്രതയോടെ കൂടി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ പ്രകൃതിദത്തമായ വസ്തുക്കൾ ഉപയോഗിച്ച് സൗന്ദര്യ വസ്തുക്കൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ പണയം വെക്കാതെ ശ്രദ്ധിക്കാം. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാനായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.